പ്രതാപ, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ ഇവനെ സൂക്ഷിക്കണമെന്ന്. അയ്യോ സർ, അന്നൊക്കെ ഇവന്റെ മാഹാത്മ്യം പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചു. അയ്യോ മാഡം, ഇനിയിപ്പോ നിനക്ക് എന്താ പറയാനുള്ളത്? ഋതിക മാഡം, എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊരു തമാശയല്ല. അതേടാ, ഇത് നീ പറഞ്ഞു കൊടുത്ത പുതിയ നാടകമായിരിക്കും. എന്തിനാടാ എന്റെ അനിയന്റെ കൂടെ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പ്രതാപൻ നല്ലത് മാത്രമല്ലേ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. സ്വന്തം കുടുംബത്തിനേക്കാൾ നിനക്കാ അവൻ എല്ലായിടത്തും മുൻഗണന തന്നിട്ടുള്ളത്. അയ്യോ മാഡം, അവനൊരു പാവമായതുകൊണ്ടേ അറിഞ്ഞില്ല ഇതുവരെ പാല് കൊടുത്ത് വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയാണെന്ന്. തരം കിട്ടിയപ്പോ നീ അവനെ തിരിച്ചു കടിച്ചു. അംബിക മാഡം, അവസരം മുതലെടുത്ത് വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ ഒരിക്കലും സാറിനെ വഞ്ചിക്കുന്നതായിട്ട് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അവിടെയാണ് നിന്റെ മിടുക്ക്. ഒരു കുഞ്ഞിന് പോലും സംശയം ഉണ്ടാകാതെ അമ്മാവന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റാൻ ഇവൻ കണ്ടുപിടിച്ച മാസ്റ്റർ പ്ലാൻ ആയിരിക്കും ഈ താലിക്കഥ. സർ, ഇതെല്ലാം നുണയാണ്. നിനക്ക് നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോകാം. ഇനി എന്റെ കൺമുന്നിൽ വരരുത്.